അപ്പോൾ ലെറ്റ്സ് ഗോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി. നമ്മളിപ്പോൾ കുറുമ്പാലക്കോട്ടയിലാണ്. കുറുമ്പാലക്കോട്ടയുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി വ്യൂ നമുക്കിങ്ങനെ കാണാം. അപ്പം നമ്മൾ ഇവിടം വരെ എങ്ങനെ എത്തിയെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. ലെറ്റ്സ് ഗോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറുമ്പാലക്കോട്ട എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്, വയനാട്ടിൽ. ഇപ്പോൾ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ അല്ലടാ, 10 കിലോമീറ്റർ നമ്മൾ ഏത് സ്ഥലത്തിന് വരുന്ന കാരക്കമലയിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ട്രെക്കിംഗ് കൂടെയാണ് ഇന്ന് ചെയ്യുന്നത്. ഇനി ഡീവിയേഷൻ ഉണ്ടോ? കുറച്ച് മുമ്പ് ഇത് അപാരം ഇതായി പോകുന്നു. ഇവിടെ ആയിരിക്കും നല്ലതല്ലേ, ഇപ്പൊ വണ്ടി എടുത്തേന്ന് തോന്നുന്നു. തിരിച്ചാൻ കിട്ടുമ്പോ തിരിച്ചാൻ കിട്ടോ? എന്നാല് ചോദിക്കാൻ വഴിയാണോ കാണുന്നത്? അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി വേറെ ആരെയും വണ്ടി പുറകെ കൊണ്ടിട്ട് കഴിഞ്ഞാലേ തിരിച്ചിട്ടോ. അപ്പം നമ്മളിവിടെ ട്രെക്കിങ് തുടങ്ങാൻ പോവാണ് കുറുമ്പാലക്കോട്ടയുടെ താഴെ. അപ്പം സജേഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പൊണ്ടാട്ടി ഉണ്ട്, സജേഷിൻ്റെ പൊണ്ടാട്ടി, പിന്നെ സ്റ്റാലിൻ. അപ്പം നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഗോപ്രയിൽ തീരെ നൈറ്റിൽ ലൈറ്റ് പിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കഴിയുന്ന ഷോട്ട് നമ്മുടെ ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇനി തിരിച്ചു വരുന്ന ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ നോക്കാം. നല്ല കുത്തനെയുള്ള കയറ്റമാണ്.
ചേട്ടി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അവന് പിന്നെ ശീലമായല്ലേ. ക്യാമറമാൻ അവിടെ നിന്ന് ലൈറ്റും പിടിച്ചോണ്ടിരിക്കും. നിന്റെ മുഖം കാണാൻ നീ ലൈറ്റ് അടിക്കണം. ആ ഇപ്പൊ ശരി. അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്യാനുണ്ട്. വെളിച്ചം വന്നു കഴിഞ്ഞിട്ടുള്ള നല്ല ഷോട്ടുകൾസ് നമ്മൾ ഗോപ്രോയിൽ എടുക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും ലോഡിങ്ങിലാണ്. ക്ഷീണം മാറ്റിക്കൊണ്ട് വെക്കുക. ഞാൻ ഫൈനൽ പോയിന്റിലേക്ക് ഇപ്പോൾ നമ്മൾ മേളിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ഗോപ്രോ പ്രകാശം തരാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുക വിഷ്വൽസിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല അല്ലേ ചേട്ടി? ലൈറ്റ് ഒന്നുമില്ല, നമ്മുടെ മോൻ മാത്രം വെളിച്ചത്തിൽ കാണാം, മൊബൈലിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ ഫൈനലി ഗോപ്രോ കുറച്ച് വെളിച്ചം തരാൻ തുടങ്ങി. സൺറൈസ് അപ്പുറ സൈഡിലാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു കുരിശൻ തട്ടിയുണ്ട്. ഇതിൻ്റെ സെറ്റ് നല്ല ബ്യൂട്ടി. ഇവിടുന്ന് അങ്ങോട്ടാണോ? അവിടെ കളർ വ്യത്യാസം കിട്ടും നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അവിടെ വഴി കാണുന്നുണ്ട്. കമ്പാരിറ്റീവ് കുറച്ച് മഞ്ഞൊക്കെ കുറവാണെന്ന് തോന്നുന്നു. മഞ്ഞ് കുറവാണ്. കുറവല്ലേ? സൂര്യോദയം കിട്ടുമെന്ന് അറിയത്തില്ല. 7 മണിയാകുമ്പോഴേക്കും കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:45. നമ്മളിതേം കാഴ്ച കിട്ടുമെന്ന് തിരിക്കും. കൊങ്ങിണിപ്പൂ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് വെച്ച് കാണുന്നുണ്ട്. കൊങ്ങിണിപ്പൂ നമ്മുടെ റെഡ് കളറ്, മറ്റേ ഓണത്തിനൊക്കെ ഈ റെഡ് കളർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അലഞ്ഞു നടക്കും കുറെ. ഈ കുന്നിന്റെ മണ്ടലൊന്നും ഇതിന്റെ താഴെയുള്ളവരെല്ലാരും. പിന്നെ ഇങ്ങനെ കുറെ തെരുവേപ്പുല്ലൊക്കെ കാണുന്നുണ്ട്. മറ്റേ നമ്മൾ പുൽത്തൈലൊക്കെ ഉണ്ടാക്കുന്ന തെരുവേപ്പുല്ല നമ്മൾ കയറി വന്ന വഴിക്ക് ഒരുപാടുണ്ടായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി വരുന്ന വഴിക്കെല്ലാം നമുക്ക് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന വീഡിയോസ് നമ്മളിത് എടുത്തിട്ട് അതിൻ്റെ ട്രെക്കിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ റിട്ടേണിൽ കാണിക്കുന്നതായിരിക്കും. കയറി വന്നപ്പം ഗോപ്രോ വളരെ ഇപ്പോൾ ലോ പെർഫോമൻസ് ആണ് ലോ ലൈറ്റിൽ കാണിച്ചത്. ഞാനിത് ഇടും. പറ. കമ്മ്യൂണിസ്റ്റ് പൂവുണ്ട്. അപ്പം അതിങ്ങനെ പൂവായി കഴിയുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആ പൂ ഇങ്ങനെ പൊട്ടിക്കും. അതിന്റെ ആ പൂ അറ്റാച്ച് ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, അത് പൊട്ടിക്കുമ്പോൾ അതിന്റെ വിത്ത് കാണുമല്ലോ. അപ്പോൾ ചിലപ്പോൾ അത് വൈറ്റ് ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കെട്ടാൻ പോകുന്ന ചെക്കൻ പൊട്ടിച്ച് നോക്കും. ഉള്ളിൽ ബ്ലാക്ക് ആണെങ്കിൽ കറുത്ത ഏക്കറ് കിട്ടും, വൈറ്റ് ആണെങ്കിൽ വെളുത്ത ഏക്കറ് കിട്ടും. ഓപ്പോസിറ്റ്. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെ, ആണുങ്ങളാണെങ്കിൽ അതിന്റെ ഉൾട്ട. സൂര്യോദയത്തിനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. 1 മണിക്കൂറായി ഇവിടെ വന്നിട്ട്. കുറച്ച് ഡിസപ്പോയിന്റിങ്. മഞ്ഞ് അത്ര നമ്മൾ പ്രതീക്ഷ അത്ര കിട്ടിയില്ല. ഇപ്പൊ സൂര്യോദയത്തിലാണ് എല്ലാ പ്രതീക്ഷയും.
അപ്പോൾ സൂര്യോദയം ചെറുതായിട്ട് അങ്ങ് ലോങ്ങിൽ കാണുന്നുണ്ട്. ഒരു നല്ല ബ്യൂട്ടിഫുള്ളായ വിഷ്വൽസ് വീണ്ടും ആ കോടയൊക്കെ മാറി ഒന്നും കൂടെ ഉദയം ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. എന്താ അടിപൊളി വിഷ്വൽ, നല്ല വിഷ്വൽസ് അല്ലേ. അപ്പോൾ ഈ പ്ലേസ് നമുക്ക് വന്നതിന് അത്യാവശ്യം നല്ല മുതലായൊരു പ്ലേസാണ്. എല്ലാവർക്കും വീക്കെൻഡിലൊക്കെ വന്ന് ഒരു 2-3 hours ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ല വിഷ്വൽസ് കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. നമ്മളിവിടെ മല കല്ലുണ്ട്, അതിൻ്റെ മേലേക്കാണ് കയറി ഇവിടെ നിന്നുള്ള വിഷ്വൽസ് എടുക്കാൻ വേണ്ടി പോവാം. നല്ല പാറയെടുക്ക്, താഴേക്ക് ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തീരുമാനമായി. ഒന്നുമില്ല, പക്ഷെ പാറക്കൊക്കെ നല്ല ഗ്രിപ്പുണ്ട്, അതുകൊണ്ട് അത്ര പേടിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് എവിടെ കാലം വെച്ചാലും തെന്നുന്നില്ല. നമുക്ക് ഈ പാറയെടുക്കിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഇങ്ങനെ താഴ്ന്നാഴ്ന്ന് കിടക്കുന്ന പാറകളുണ്ട് കേട്ടോ, ഒന്ന് സൂക്ഷിച്ചിറങ്ങിയാൽ കുഴപ്പമില്ല. പ്രശ്നമില്ല, ഇറങ്ങി ഇനി കയറാനാവുമെന്ന് അറിയാത്ത. ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് കാരണം മൊത്തം ഇതാക്കി കേട്ടോ. പ്ലാസ്റ്റിക്, സിഗരറ്റ് പാക്കറ്റ്, വെള്ളത്തിന്റെ ബോട്ടിൽ തന്നെ ഇവിടെ തന്നെ കാണാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്ത് കാണുന്ന മൊത്തം പ്ലാസ്റ്റിക്. ഇവിടെ തന്നെ ഒരു 100 വാട്ടർ ബോട്ടിലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ നമ്മളെ ട്രെക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് അത്ര ബ്യൂട്ടിഫുള്ളായി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, ഇരുട്ട് കാരണം. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തുകൊണ്ട് നമ്മൾ താഴെ ഇറങ്ങി നമുക്ക് അവിടുന്ന് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം അത്യാവശ്യം നല്ല വിഷ്വൽസ് ഈ വീഡിയോയിൽ പ്രൊവൈഡ് പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട് നമുക്ക്. പിന്നെ നമ്മളാണെങ്കിലും നന്നായി എൻജോയ് ചെയ്തു. എവിടെയാണെങ്കിലും നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോടെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഫണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പം നല്ല വിഷ്വൽ സമ്മാനിച്ച കുറുമ്പാലക്കോട്ടയിൽ നിന്ന് നമ്മൾ ഇനി താഴെ ഇറങ്ങുകയാണ്, തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. അതെ, അപ്പോൾ എല്ലാവർക്കും വയനാട് വന്നു കഴിയുമ്പം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്.
രാവിലെ തന്നെ വന്ന് ട്രെക്ക് ചെയ്ത് വരാം, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് കൂടെ ഓൾമോസ്റ്റ് അടുത്ത് വരെ വണ്ടി വരെ വരുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും അതൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ്. അത് നമ്മൾ ട്രെക്കിങ്ങിനെ തിരിച്ചിറങ്ങിക്കൊണ്ട് വെക്കുക. നമ്മുടെ പണ്ടത്തെ പുഴു എല്ലാ നൊസ്റ്റാൾജിക്കിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മല. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ റൂട്ടിൽ കൂടെയൊക്കെയാണ് രാവിലെ നമ്മൾ കയറി വന്നത്. പക്ഷെ കയറി വന്നപ്പോൾ നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വെളിച്ചുണ്ടായിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന വിഷ്വൽസ് നമ്മൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കയറി വരുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇറങ്ങുന്ന അത്ര സുഖമില്ല. പക്ഷെ നമ്മൾ അവസാനം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ട്രക്കിങ്ങും നല്ലൊരു സ്പോട്ടും, നല്ല കോടയും അതേസമയം സൂര്യോദയവും. ഈവനിങ് വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയം ഉണ്ടാവും. അത്യാവശ്യം രാവിലെ വൈകിട്ടോ നന്നായി ട്രക്ക് ചെയ്ത് കയറി വരാൻ പറ്റുന്ന ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് ഉള്ളൊരു സ്ഥലം. രാവിലെ വരുന്നതായിരിക്കും നല്ലത്. കോടയൊക്കെ കാണണമെങ്കിൽ, സൂര്യ ഉദിക്കുന്നത് കാണണമെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. ഇറങ്ങിക്കൊണ്ട് വെക്കാം. പക്ഷെ നല്ല കല്ലും. ഈ റൂട്ടിൽ കൂടെയൊക്കെ രാവിലെ കയറി വന്നതെന്ന് അത്ര മനസ്സിലായില്ല. ഇപ്പം നല്ല കോട കയറി വരുന്നുണ്ട്. എല്ലാവരും വന്നതിൻ്റെ എൻജോയ്മെൻറ്റില്ല. അപ്പോൾ കുറുമ്പാലക്കോട്ടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇനിയുള്ള അടുത്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വയനാട് സീരീസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. നീയല്ല മറ്റേ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലാണ് കന്നഡ പറഞ്ഞ മനസ്സിലാവുന്ന പറഞ്ഞേ. ಸ್ವಲ್ಪ ಗೊತ್ತು. ಹಾಂ ಇವತ್ತು ತಿಂಡಿ ಏನು ಮನೆಯಲ್ಲಿ? ಹಾಂ